നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. താൻ അയച്ച ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണയുണ്ടാക്കിയതായി ബാറുടമ അനിമോൻ. ബാറുടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പിൻവലിച്ച ബാറുടമ അനിമോൻ തന്റെ ഓഡിയോ പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിച്ചതാണെന്നും താൻ ഉദ്ദേശിച്ച അർത്ഥമല്ല പുറത്തു വന്നതെന്നും അനിമോൻ പറഞ്ഞു. തന്റെ വാക്കുകൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായെന്ന് മനസ്സിലാക്കുന്നതായും അനിമോൻ പറയുന്നു. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല ലക്ഷ്യം. താൻ മൂലം ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പുതിയ ഓഫീസിനായാണ് തുക പിരിക്കുന്ന കാര്യം പറഞ്ഞത്. കാശ് കൊടുക്കാൻ തയ്യാറുള്ളവർ ഗ്രൂപ്പിൽ അറിയിക്കണമെന്നാണ് താൻ പറഞ്ഞത്. സംഘടനയുടെ അക്കൗണ്ടിലാണ് പണം നൽകേണ്ടത്. എന്നെ തുക ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സംഘടനാ യോഗത്തിൽ എന്നെ കടന്നാക്രമിച്ച മാനസികാവസ്ഥയിൽ ഇട്ടതാണ് ശബ്ദരേഖയെന്നും അനിമോൻ പറയുന്നു. ബാറുടമകൾക്ക് പ്രത്യേകമായി അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലാണ് അനിമോന്റെ തുറന്നുപറച്ചിൽ. അതേസമയം ബാറുടമകളെ സഹായിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്ന എക്സൈസ് മന്ത്രിയുടെയും CPMന്റെയും വാദങ്ങൾ തെറ്റാണെന്ന് തെളിയുന്നു. 97 ബാർ ലൈസൻസ് നൽകിയതടക്കം രണ്ടാം പിണറായി സർക്കാർ ബാറുടമകൾക്ക് കയ്യയച്ചാണ് ഇളവുകൾ നൽകിയത്. ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പൊതു അവധികൾ ബാധകമാക്കിയത് മുതൽ ടേൺ ഓവർ ടാക്സ് വെട്ടിനിരത്തിയ ബാറുകൾക്ക് മദ്യം നൽകരുതെന്ന നികുതി വകുപ്പ് നിർദ്ദേശം അട്ടിമറിച്ചതടക്കമുള്ള സഹായങ്ങൾ വേറെയും. രണ്ടാം ബാർക്കോഴ ആരോപണത്തിൽ ആകെ പ്രതിരോധത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ. പുതിയ മദ്യനയത്തെക്കുറിച്ച് പ്രാഥമിക ആലോചന പോലും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ബാറുടമകളെ സഹായിക്കാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അക്കമിട്ട് നിരത്തിയായിരുന്നു എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ കാര്യം അങ്ങനെയല്ല. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് നയമെന്ന് പ്രഖ്യാപിച്ച ഇടത് സർക്കാർ നടപ്പാക്കിയതെല്ലാം ബാറുടമകളുടെ താൽപര്യം. സംസ്ഥാനത്ത് നിലവിൽ 801 ബാറുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം ലൈസൻസ് അനുവദിച്ചത് 97 ബാറുകൾക്കാണ്. 3 സ്റ്റാറും അതിനു മുകളിലും ക്ലാസിഫിക്കേഷൻ നടത്തിയ 33 ബിയർ വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുക കൂടി ചെയ്തതോടെ ഫലത്തിൽ സംസ്ഥാനത്ത് അധികം തുറന്നത് 130 ബാറുകളാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.